വാൽപ്പാറ അപകടത്തിൽ മരിച്ചവരെ മോശമായിട്ടുള്ള രീതിയിൽ പരിഹസിച്ചു കൊണ്ടിട്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞൊരു കാര്യം, എത്രയും മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണെങ്കിലും അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അങ്ങനെ എനിക്കറിയത്തില്ല. എന്തായാലും അയാൾ ഇപ്പൊ മാപ്പ് പറഞ്ഞു വന്നിട്ടുണ്ട്. സത്യത്തിൽ ബ്രോ, എനിക്കത് അബദ്ധം പറ്റിപ്പോയതായിരുന്നല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് മുതൽ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് ഇന്നലെ. അപ്പം ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ സതീഷ് മാധവൻ്റെ പോസ്റ്റ് പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. ആ വിഷയം പോലും ഞാൻ കണ്ടില്ല. ഞാനൊരു മുസ്ലിങ്ങളുടെ പേര് കണ്ടു, ഉടനെ ഞാൻ അങ്ങ് കയറി അങ്ങ്. അപ്പം അങ്ങനെ ഒരു കാരണം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ചേർത്തലയിൽ മറ്റേ കുഴിമന്തി ഹോട്ടലിൽ മറ്റേ വിഷുവിൻ്റെ ആ ഒരു വിഷയമുണ്ട്. വിഷു ബ്രോഷർ ഇറക്കിയതിൽ, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയതിൽ ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തിരിക്കുന്നതും, അതുപോലെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ ബീഫ് മറ്റേ എന്താ പറയുക, ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു ലേഡി വിന്നറിനെ കൊണ്ട് നീ സംഖ്യയായോ, നീ ആ കുട്ടി ബീഫ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീ സംഖ്യയായോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഒരു കമൻറ്റ്. അപ്പം അതിൻ്റെയൊക്കെയുള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു അമർഷത്തിൻ്റെ ബേസ് എൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ നല്ല അസൽ കള്ളായിരുന്നു, മദ്യമായിരുന്നു. ഞാൻ നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നും അല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്കിഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും ജോലി ചെയ്യുന്നത്. ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവർ തരുന്ന അന്നം തന്നെയാണ്. മാസം 16,000 രൂപയാണ് എൻ്റെ ശമ്പളം. ആ ശമ്പളം മേടിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് അതിലൊരു മടിയില്ല അത് പറയാനായിട്ട്. സുഹൃത്തെ, എനിക്ക് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പം ഈ എന്താ പറയുക, മതമല്ല, ഒരു തരം ഇത്തരം ഈ ബ്ലഡി ഇഡിയറ്റ് കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു അമർഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കമൻ്റ് ഇട്ടത്. മനസ്സിലായോ? അതും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സതീഷ് മാധവൻ്റെ പോസ്റ്റിലാണ് ഞാൻ ആ കമൻ്റ് ഇട്ടത്. ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാനൊരു ഇസ്ലാം വിരുദ്ധനോ ഇസ്ലാമോഫോബിക്കൊന്നുമല്ല. പക്ഷേ മതതീവ്രവാദത്തിനെതിരെ ഞാൻ എന്നും ശക്തമായിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. ഒരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ. ഇസ്ലാം മത തീവ്രവാദത്തിന് അല്ലെങ്കിൽ താലിബാനിസത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരാൾ തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട. ഇവിടെ നോർമലി ഒരു മുസ്ലിമിനെ നമ്മൾ എതിർക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ, സുഹൃത്തെ. എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ജീവിതത്തിൽ മുസ്ലിം വിരുദ്ധനൊന്നുമല്ലപ്പാ. എന്തിനു മുസ്ലിം വിരുദ്ധമായിരിക്കും? മനുഷ്യനായി കാണുന്ന ഞാനൊരു ഫെമിനിസ്റ്റാണ്. അത് തർക്കമൊന്നും വേണ്ട. ഞാനൊരു ഫെമിനിസ്റ്റാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ ടാറ്റു അടക്കം ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്, പക്ക 100% ഫെമിനിസ്റ്റാണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ ഈ മതമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില ഈ കറകളാണ് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുക ഓവർഫ്ലോ ആവുന്നത്. മനസ്സിലായോ? ഞാൻ പക്ക ഫെമിനിസ്റ്റാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. കേരളത്തിൽ ഒരു നല്ല ശതമാനം പേർക്കും എന്നെ അറിയാം. എൻ്റെ പേരും അറിയാം, എന്നെ അറിയാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്. ശബരിമല വിഷയത്തിലൊക്കെ പെണ്ണുങ്ങളെ ശബരിമല എത്തിച്ചതിലൊക്കെ നല്ല മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് ഞാനും. സുഹൃത്ത്, നിങ്ങൾ എന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ നമുക്ക് സൗഹൃദം പുലർത്താം. നമ്മുടെ സംശയങ്ങൾ എനിക്ക് എനിക്ക് തന്നെ ഒരു അത്യാവശ്യം മതപണ്ഡിതനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം എൻ്റെ സംശയങ്ങൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാം. എൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയാനെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ എന്നെ ഡിലീറ്റ് ചെയ്യേണ്ട. ഈ സൗഹൃദം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരു വാട്സപ്പിലൊരു ഇതിട്ടതിൽ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും സന്തോഷമുണ്ട്. ഉസ്താദെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഒരു ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു ലേഡി, അത് ഇസ്ലാം സമുദായത്തിൽ പിറന്ന ഒരു ലേഡി, ക്ലബ് ഹൗസിൽ യജ്ജാതി നമ്മുടെ മത ഇതിനെ എതിർത്ത് യജ്ജാതി, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ മറ്റേ ഓഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. യജ്ജാതി ഇത് അന്നൊന്നും നിങ്ങൾക്കൊന്നും മതത്തിൻ്റെ ഒരു ഇത് വന്നില്ലേ? ഇപ്പം ഞാൻ ഈ ഒരു കമൻറ്റ് ഇട്ടപ്പോഴാണോ നിങ്ങൾക്ക് ഇത്രമാത്രം വ്രണപ്പെട്ടത്, മതവികാരം വ്രണപ്പെട്ടത്? അല്ല, ഒന്നും അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. കാര്യം നിങ്ങളോട് ഒബീഡിയൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് നിൽക്കുന്നത്. കാരണം മതപൗരോഹിത്യത്തോട് നമുക്ക് എതിർപ്പൊന്നുമില്ല, ഒരു എതിർപ്പില്ല. അത് ഹിന്ദു മത പൗരോഹിത്യമായാലും ശരി, ക്രിസ്ത്യാനി മത പൗരോഹിത്യമായാലും ശരി, ഇസ്ലാം മത പൗരോഹിത്യത്തോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. എതിർപ്പ് മീൻസ് നമ്മളതിനെ അനുകൂലിക്കുന്ന ഒരാളല്ല. ഞാനൊരു മതമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ മതം നില്ലാണ്, ജാതി നില്ലാണ്, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് ചോദിക്കുന്നത് ഇതാ, ഈ ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ യജാതി യൂട്യൂബിലൊക്കെ 3 മില്യൺ ഒക്കെ
ഫോളോവേഴ്സുള്ള ഒരു പ്രൊഫൈലാണ് ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീ ക്ലബ് ഹൗസിൽ വന്നിട്ട് മറ്റേ ഇവരെയും എന്താ പറയുക, മുഹമ്മദ് നബിയൻ അല്ലെ അവരുടെ അമീനെയും ഇവരെ എല്ലാവരെയും എമാതിരി തെറിയാണ് വിളിച്ചിട്ട് വാച്ചാക്കി ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചിട്ട്. അന്നൊന്നും കണ്ടില്ലല്ലോ ഇങ്ങനെ ഒരു എനിക്ക് നേരെ വരുന്ന പോലെ ഒരു ആക്രമണം, സൈബർ ആക്രമണം അവർക്ക് നേരെ ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ അറിവിലില്ല. അതെന്തുകൊണ്ടാണ്? ഇതുപോലെ ആരൊക്കെ മരണപ്പെടുന്നുണ്ടോ അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ പോയിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു പരിഹാസം പിടിച്ച ഒരു കാര്യം എഴുതി പഠിച്ചു വിടലാണ് ഇവന്റെയൊക്കെ തൊഴില്. ഇവനെതിരെ സത്യം പറഞ്ഞാല് ശക്തമായിട്ടുള്ള നടപടി എടുക്കാം.